My dear students, today we can study about sustainable agriculture. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് സുസ്ഥിര കൃഷി എന്താണെന്ന് മനസ്സിലാക്കാം. Sustainable agriculture consists of environment-friendly methods of farming. It allows the production of crops or livestock without damage to human or nature. സുസ്ഥിര കൃഷിയിൽ പരിസ്ഥിതി സൗഹൃദമായ കൃഷിരീതികൾ അടങ്ങിയിരിക്കുന്നു. അത് മനുഷ്യനോ പ്രകൃതിക്കോ കേടുപാടുകൾ കൂടാതെ വിളകളെയോ കന്നുകാലികളെയോ ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കുന്നു. Sustainable agriculture include mixed farming, multiple cropping, crop rotation and integrated farming. സുസ്ഥിര കൃഷിയിൽ സമ്മിശ്ര കൃഷി, ഒന്നിലധികം വിളകളുടെ കൃഷി, വിളപര്യയം, സംയോജിത കൃഷി എന്നിവ ഉൾപ്പെടുന്നു. Here, in sustainable agriculture, the method adopted is to reduce the use of fertilizers and pesticides. സുസ്ഥിര കൃഷിയിൽ വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നു. In sustainable agriculture, once decaying matter is used as a manure for another. സുസ്ഥിര കൃഷിയിൽ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. സുസ്ഥിര കൃഷിയിൽ വളവും കീടനാശിനികളും ഉൾപ്പെടെ പുറമേ നിന്നുള്ള വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനോടൊപ്പം സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. Diverse crops are seen in the fields adopting this method. ഈ രീതി പിന്തുടരുന്ന കൃഷിയിടത്തിൽ വൈവിധ്യമാർന്ന, അതായത് പലതരത്തിലുള്ള വിളകൾ ഉണ്ടാവും. No waste remains. ഒന്നും മാലിന്യമായി അവശേഷിക്കുകയില്ല. It gives importance to the cultivation of food crops. ഈ രീതി ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നു. By this method, market dependency and price hike can be reduced. ഈ രീതിയിലൂടെ വിപണിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഈ മേഖലയിലെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കും. Conservation of biodiversity also becomes possible by cultivating native varieties of crops. നാടൻ ഇനങ്ങളെ വളർത്തുന്നതിലൂടെ ജൈവ വൈവിധ്യ സംരക്ഷണവും സാധ്യമാകും. Did you notice the picture? കുട്ടികൾ തന്നിട്ടുള്ള ചിത്രം ശ്രദ്ധിച്ചുവോ? How are cattle rearing and paddy cultivation related? എങ്ങനെയാണ് കന്നുകാലി പരിപാലനവും നെൽ കൃഷിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? Cows and buffaloes can be reared along with paddy cultivation. പശു, എരുമ തുടങ്ങിയ കന്നുകാലികളെ നെൽ കൃഷിയോടൊപ്പം നമുക്ക് പരിപാലിക്കാനാകും. The excreta obtained from
These cows and buffaloes are used as manure for paddy cultivation. പശുക്കളിൽ നിന്നും മറ്റു കന്നുകാലികളിൽ നിന്നും ലഭിക്കുന്ന ചാണകം നെൽകൃഷിക്ക് ഉപയോഗിക്കുന്നു. The straw obtained from paddy cultivation and the bran obtained from husking paddy grains can be given to cattle as fodder. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോലും അതുപോലെ നെല്ലിൽ നിന്ന് ലഭിക്കുന്ന തവിടും കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. How are the organic waste from home and agricultural fields utilized? എങ്ങനെയാണ് വീട്ടിൽ നിന്നും കൃഷിയിടത്തിൽ നിന്നും ലഭിക്കുന്ന ജൈവ മാലിന്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്? The organic waste from homes and agricultural fields are utilized for biogas plant. വീട്ടിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന ജൈവ അവശിഷ്ടങ്ങളെ ബയോഗ്യാസ് പ്ലാന്റിൽ ഉപയോഗിക്കുന്നു. What can be the use of slurry formed after the production of biogas? ബയോഗ്യാസ് ഉൽപാദനത്തിന് ശേഷം അവശേഷിക്കുന്ന സ്ലറി എന്തിനാണ് ഉപയോഗിക്കുന്നത്? It is used in agricultural fields as manure. ഇത് കൃഷിയിടങ്ങളിൽ നല്ലൊരു വളമായി ഉപയോഗിക്കുന്നു. What is the advantage of integrating more than one field of agriculture? ഒന്നിൽ കൂടുതൽ കൃഷികൾ സംയോജിപ്പിച്ച് ചെയ്യുന്നതിൻ്റെ മേന്മ എന്ത്? The production cost decreases, no waste remains, farmers get more profit. ഉൽപാദന ചിലവ് കുറയുന്നു, മാലിന്യങ്ങൾ അവശേഷിക്കുന്നില്ല, കൃഷിക്കാരന് കൂടുതൽ ലാഭം ലഭിക്കുന്നു. All of you notice the advantages of placing the duck coop above the fish pond. താറാവുകളുടെ കൂട് മീൻ കുളത്തിൻ്റെ മുകളിൽ ക്രമീകരിച്ചതുകൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. The leftover food of the duck will be available to the fish. താറാവുകൾ കഴിക്കാതെ കളയുന്ന ഭക്ഷ്യവസ്തുക്കൾ കുളത്തിലെ മീനുകൾക്ക് ആഹാരമാകുന്നു. Moreover, the droppings of ducks will promote the growth of aquatic plants. അതുപോലെ താറാവുകളുടെ വിസർജ്യ വസ്തുക്കൾ കുളത്തിലുള്ള ജലസസ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. The aquatic plants are food for fish. ജല സസ്യങ്ങളാണ് കുളത്തിലെ മീനുകളുടെ ആഹാരം. At the same time, insects, algae, snail and small frogs in the pond will become food for the ducks. അതേപോലെ ചെറുപ്രാണികൾ, ആൽഗകൾ, ഒച്ചുകൾ, ചെറുതവളകൾ എന്നിവ താറാവുകളുടെ ആഹാരമായി തീരുന്നു. Agriculture and cattle rearing are integrated farming methods in Kerala that existed traditionally. കൃഷിയും കന്നുകാലി പരിപാലനവും കേരളത്തിൽ പരമ്പരാഗതമായി കണ്ടുവരുന്ന സംയോജിത കൃഷിരീതിയാണ്. Cows and buffaloes can be reared along with paddy cultivation.
പശുക്കളെയും എരുമകളെയും മറ്റു കന്നുകാലികളെയും നെൽകൃഷിയോട് ചേർത്ത് പണ്ട് മുതലേ വളർത്തി വരാറുണ്ട്. Fodder grass can be cultivated in coconut fields and rubber plantations. വളർത്തു പുല്ലുകൾ തെങ്ങിൻ തോപ്പുകളിലും റബ്ബർ തോട്ടങ്ങളിലും സാധാരണയായി വളർത്തുന്നു. The straw obtained from paddy cultivation and the bran obtained from husking paddy grains can be given to cattle as fodder. നെല്ലിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോലും അതുപോലെ തവിടും കന്നുകാലികൾക്ക് തീറ്റയായി നൽകാറുണ്ട്. Goats, ducks, hens can be reared in coconut fields. ആടുകളെയും താറാവുകളെയും കോഴികളെയും തെങ്ങിൻ തോപ്പുകളിൽ വളർത്താറുണ്ട്. What are the advantages of sustainable agriculture? Reduced use of fertilizers and pesticides. Once decaying matter is used as a manure for another. Diverse crops are seen in the fields. No waste remains. Cultivation of food crops are given importance. Market dependency and price hike can be reduced. Conservation of biodiversity becomes possible. Cultivation of native varieties of crops becomes possible. സുസ്ഥിര കൃഷിയുടെ മേന്മകൾ എന്തെല്ലാം? വളവും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കുന്നു. സംയോജിത കൃഷിയിലൂടെ ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിന് വളമായി നൽകുന്നു. വൈവിധ്യമാർന്ന വിളകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നും മാലിന്യമായി അവശേഷിക്കുകയില്ല. ഭക്ഷ്യവിളകൾക്ക് മുൻതൂക്കം നൽകുന്നു. വിപണി ആശ്രയത്വം കുറയ്ക്കാനും വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷ നേടാനും സാധിക്കുന്നു. നാടൻ ഇനങ്ങളെ വളർത്തുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണം സാധ്യമാക്കുന്നു.